SLC എന്ന് ഊഞ്ഞേരി. മാധവേട്ട, നാദം കുഞ്ഞു ആജുവും തെക്കേലെ പറമ്പിൽ കിടന്ന് അടിയുണ്ടാക്കുക. ഞാൻ തടയാൻ നോക്കി, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടും തോന്നിയില്ല. ഒന്ന് അത്രയിടം വരെ വന്നാ നന്നായി. കിതച്ചുകൊണ്ട് കാര്യസ്ഥ കേശവം പറഞ്ഞു കേട്ട് മാധവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. പൂമുഖത്തെ ചൂരൽ കസേരയിൽ നിന്ന് അയാൾ എഴുന്നേറ്റു. ആ ഗരഗാംഭീര്യമുള്ള ശബ്ദം ശിവശൈലം വീട്ടിൽ മുഴങ്ങി കേട്ടു. ഡ്രൈവർ ദാസൻ കാർ സ്റ്റാർട്ട് ചെയ്തു വീടിന് മുമ്പിലായി കൊണ്ടുനിർത്തി. തോളിലെ തുണ്ടെന്ന് നേരെയാക്കി അയാൾ ബാക്ക് സീറ്റിൽ കയറി വണ്ടി ഗേറ്റ് കടന്ന് വേഗത്തിൽ കുതിച്ചു. ശിവശൈലം വീട്ടിൽ മഹാദേവൻ ശിവഗാമി ദമ്പതികൾക്ക് 3 മക്കൾ. മൂത്ത മകൻ മാധവൻ, ഭാര്യ ഭാമ, മകൻ ശ്രീനാഥ്, മകൾ ശ്രീപ്രിയ. രണ്ടാമത്തെ മകൻ മഹേന്ദ്രൻ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയവൻ ജീവിച്ചിരിപ്പില്ലെന്ന് കരുതുമെന്ന മഹാദേവന്റെ തീരുമാനമായിരുന്നു അവിടെ അവസാനത്തേത്. എന്നാൽ മഹീന്ദ്രൻ തന്റെ കഠിനാധ്വാനം കൊണ്ടും സത്യസന്ധത കൊണ്ടും ചെറിയ നിലയിൽ നിന്നും ബിസിനസ്സിൽ വളർന്നു. ശിവശൈലം വീടിന് നേർമുന്നിലായി തന്നെ സ്ഥലവും വീടും വാങ്ങി ഭാര്യ ജെസ്സിയോടൊപ്പം ജീവിതം ആരംഭിച്ചു. അവർക്ക് ഒരേ ഒരു മകൻ അർജുൻ. എന്നാൽ ആ സന്തോഷത്തിന് അധിക ആയുസ്സുണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മഹീന്ദ്രൻ. മൂന്നാമത്തെ പെൺതരി മഹിമ, ഭർത്താവ് വേണുഗോപാൽ, ഒരു മകൾ വാമിക. അവർ കാനഡയിൽ സെറ്റിൽഡ് ആണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വാർദ്ധക്യ രോഗങ്ങളാൽ മഹാദേവൻ മരിക്കുമ്പോൾ മകനെ അകറ്റി നിർത്തിയുള്ള കുറ്റബോധം അയാളിൽ ഉണ്ടായിരുന്നു. പേരക്കുട്ടിയെ സ്നേഹിക്കാൻ കൂട്ടാക്കാത്തുള്ള നിരാശ അയാളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പണ്ട് മുതലേ സ്വാർത്ഥം നിറഞ്ഞ മനസ്സായിരുന്നു മാധവൻ. അതുകൊണ്ട് തന്നെ അനിയനോടോ കുടുംബത്തോടോ യാതൊരുവിധ അനുകമ്പയോ അയാൾക്കുണ്ടായിരുന്നില്ല. കാറ് ശരവേഗത്തിൽ പാഞ്ഞ് പറമ്പിലെത്തി നിന്നു. രണ്ടുപേരും മണ്ണിൽ കിടന്ന് ഉരുളുന്ന കണ്ടാണ് മാധവൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. അതൊരു അലർച്ചയായിരുന്നു. നാദിന് മുകളിലായി കിടക്കുകയായിരുന്നു അർജുൻ. പരസ്പരം രണ്ടാളും കോളറിൽ പിടിച്ചിട്ടുമുണ്ട്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. മാധവനെ കണ്ട നാദിന് ആശ്വാസം നിറഞ്ഞു. പക്ഷെ അർജുൻ ഒരു തരം വെറുപ്പോടെയാണ് അയാളെ നോക്കിയത്. നാദവന്റെ മുകളിൽ നിന്ന് അർജുനെ തള്ളിയിട്ടു. രണ്ടാളും എഴുന്നേറ്റു. മാധവൻ അവർക്കരികിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പോലീസ് ജീപ്പ് അവിടെ എത്തിയിരുന്നു. ആ തെമ്മാടി കൊണ്ട് ശല്യമാണെന്ന് എത്രയും തന്നോട് പറയുന്നു. എന്റെ മോനോട് പടവെട്ടാൻ മാത്രമേ അവന് നേരുള്ളൂ. ഏതെങ്കിലും കേസിൽ കൊണ്ട് ചാടിച്ച പിന്നെ അവന്റെ ഭാവി തീർന്നല്ലോ. അതാ ഈ തലതെറിച്ചവന്റെ ഉദ്ദേശം. കൊണ്ടുപോയി പോലീസ് മുറിയിൽ 4 കൊടുക്ക്, നന്നാവുക ആയിക്കോട്ടെ. പുച്ഛത്തോടെ മാധവൻ പറഞ്ഞിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന പോലീസുകാരൻ അർജുന്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അവൻ നാദിനെ കൂർപ്പിച്ച് നോക്കി. നാദവനെ പുച്ഛിച്ചു. ശേഷം മാധവനൊപ്പം കാറിൽ കയറി. കാറ് നീങ്ങി. ഒപ്പം തന്നെ പോലീസ് ജീപ്പ് അകത്തേക്ക് ഓടിക്കയറി. റൂമിലേക്ക് കയറി ചാർജിലിട്ട് വെച്ച ഫോൺ എടുത്ത് സുധാകരന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. സുധാകരേട്ടാ, ഞാനാ ശ്രീനാഥ്. ആ പറഞ്ഞേ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവന് നന്നായി കൊടുത്തിട്ടുണ്ട്. അത് കേട്ടോ ശ്രീനാഥ് നെറ്റിയിലൂടെ വിരലോടിച്ച് കണ്ണിറുക്കി ചിപ്പി. ചേട്ടാ, അവനൊന്നും ചെയ്യല്ലേ, ഇപ്പൊ വിട്ടേക്ക്. ഇത് കേസൊന്നും ആക്കണ്ട. ഇനി അവന്റെ ദേഹത്തും തുടരുത്. അത് പിന്നെ കുഞ്ഞെ, അച്ഛൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും. വേറെ ആരും വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ വിട്ടോളണം. അതൊരു ആജ്ഞയായിരുന്നു. അവൻ കണ്ണടച്ച് ബെഡിലേക്ക് കിടന്നു. തന്റെ ജന്മശത്രുവാണ് അർജുൻ. അവൻ അടിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കൊള്ളുമ്പോൾ പക മാത്രമേ മനസ്സിലുണ്ടാവാറുള്ളൂ. ഒരു കാര്യത്തിലും ചേർച്ചയില്ലാത്ത 2 പേർ. ചെറുപ്പം മുതൽ തുടങ്ങിയ വെല്ലുവിളികളും അതിന് പിന്നോടിയായിട്ട് തള്ളും മുറിവും ചോരയും. മോനെ, വാതിൽ തുറന്ന ഭാമ കയറി വന്നു. ആ അമ്മ, നിന്നോട് പറഞ്ഞിട്ടില്ലേ അജുവിനോട് വഴക്കിടാൻ പോയതെന്ന്? നെറ്റി പൊട്ടിയിട്ടുണ്ട്. അവർ മേശയിൽ നിന്നും പഞ്ഞിയും മരുന്നെടുത്ത് തുടച്ചുകൊണ്ട് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ അവനേക്കാൾ 7-8 മാസത്തിന് മൂത്തല്ലേ. ഒന്ന് ഒതുങ്ങിപ്പോയി കൂടെ? എങ്ങനെയാ, അച്ഛന്റെ മോനല്ലേ. കോടപ്പറപ്പിനോട് എങ്ങനെ സ്നേഹം ഉണ്ടാവാനാ? എന്റെ അമ്മ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഇത് ഒരുപാട് വർഷമായി തുറന്നു വരുന്ന കാര്യമില്ലേ? കരഞ്ഞ് അമ്മക്ക് മടുത്തില്ലേ? അവനല്പം കുസൃതിയോടെ ചോദിച്ചു. ആ സത്യം, നീ നെറ്റിയിൽ മുറിയും വെച്ചിട്ടിരുന്നോ? മഹിയേച്ചിയും കുടുംബം ഈ മാസം തന്നെ വരുമെന്നാ പറഞ്ഞത്. ഭാമി മോൾ ഇങ്ങോട്ട് വന്നിട്ട് 10 വർഷമായി കാണും അല്ലേടാ? കാണാൻ കൊതിയായി കുട്ടിയെ. ഇത് കേൾക്കെ നാദിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിളന്നു. നല്ലോണം കിട്ടിയില്ലേ? നിനക്ക് എന്തിന്റെ കേടാ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാളും വഴക്കിടാൻ നിൽക്കരുതെന്ന്. മോനെ, നിന്റെ വലിയച്ഛനാണെങ്കിലും ആ ചിന്തയൊന്നും അയാൾക്കില്ല. എന്തും ചെയ്യാൻ മടിക്കില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ജെസ്സി കരച്ചിലോടെ പറഞ്ഞു നിർത്തി. എന്റെ അമ്മേ, അതിനിപ്പോ എന്തോ ഉണ്ടായത്? ഇതൊക്കെ അമ്മയുടെ മോന് പുത്തിരിയാണോ? കൊടുക്കലും കൊള്ളലും ഒക്കെ ആൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള. ഇന്ന് ഈ ചെയ്തതിന് ആ സുധാകരനെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ആ, ഒന്ന് കളിപ്പാകാനും വിടില്ല. നിങ്ങൾ എന്റെ പുറം പൊള്ളിക്കോ. എന്തൊരു ചൂട്! പതുക്കെ ആവി പിടിക്കും. ഊതി വെക്ക്. നീ വയറു നിറയെ തല്ലും വാങ്ങി വരുമ്പോ ഊതി വെക്കാൻ ഒരിക്കൽ കെട്ടിക്കൊണ്ടുവന്ന് നിർത്ത്. എനിക്ക് മതിയായി.
ആവി പിടിക്കുന്ന തുണി അവന്റെ പുറത്തേക്ക് എറിഞ്ഞ് ജെസ്സി ദേഷ്യത്തോടെ എണീറ്റ് പോയി. അവൻ കമ്പിളി നേർന്നുകൊണ്ട് തന്നെ തലയുയർത്തി മാലയിട്ട് വെച്ചിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഒന്നച്ഛ എങ്ങനെ സഹിച്ചു ഇവരെ? രാത്രി